എല്ലാരും ഷൂട്ടിന് പോയിട്ടുള്ളത്. നീ അതും ഷൂട്ടിന് പോയി. ആര് ഷൂട്ടിന് പോയാലും റാംബോ അനക്ക് ഞാൻ ഉണ്ടടാ മുത്തേ, ഈ ഷാജ ഉണ്ടടാ. അങ്ങനെ നമ്മള് ഗ്യാങ് ഹൗസ് ഒഴിയാണ്. ഗ്യാങ് ഹൗസ് ഒഴിവാക്കണീന്ന് റാംബോ ഒരു ബേജാറും വേണ്ടട്ടോ. ഇന്റെ പണിക്കാര് കിടന്നു 2 AC റൂം ഉണ്ട് ഇവിടെ. 2 AC റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നീ നിന്റെ തന്തയെ പിടിച്ച് അവിടെ കിടത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ പോണ ഒരുത്തനെ നീ അപ്പാന്ന് വിളിച്ചിട്ട് അവനെ കൊണ്ട് അവിടെ കിടത്തണം. കേട്ടോ പുണ്ടച്ചി മോനെ, എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ള ഷാജാനെ, നീ എന്തായാലും ഇന്നത്തെ എന്റെ ലൈവ് കാണുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എനിക്ക് നിന്റെ അടുത്ത് പറയാൻ ഒറ്റ ഒരു കാര്യമുള്ളൂ. പണ്ട് നീ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഗ്യാങ് ഹൗസ് നോക്കണമായിരുന്നു, ഗ്യാങ് മെമ്പേഴ്സിനെ നോക്കണമായിരുന്നു, അവന്റെ കാര്യം നോക്കണമായിരുന്നു. ഞാൻ ഇനി എന്തെങ്കിലും കുണ്ണ പിടിച്ചിട്ട് അവന് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്യാങ് ഹൗസിൽ ഇനി ഗ്യാങ് മെമ്പേഴ്സ് അവന്മാർക്ക് ഗ്യാങ് ഹൗസിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നോക്കണമായിരുന്നു ഷാജാനെ. ഇന്ന് എനിക്ക് ഒന്നും നോക്കാനില്ല ഷാജാനെ. കേട്ടാ പോത്ത് പുണ്ടച്ചി മോനെ, ഇന്ന് എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാൻ ഇവിടെ ഊമ്പാനല്ലേ ഇരിക്കണം. നിന്റെ അവിടെ ജോലിക്കൊന്നും ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഗ്യാങ് ഹൗസ് പൂട്ടി അവന്മാര് ഷൂട്ടിന് പോയെങ്കിലേ നമ്മൾ രക്ഷപ്പെട്ടിട്ടാണ് പോയത്, മനസ്സിലായ? നീയും തുടങ്ങിയല്ല അവിടെ പുണ്ടേ ഒരു ഗ്യാങ്. നീ നിന്റെ വീട്ടിൽ തുടങ്ങിയല്ല ഒരു ഗ്യാങ് തുടങ്ങിയല്ല. എന്നിട്ട് അവന്മാരെന്ത് വീട്ടിൽ കയറി അവരാധിച്ച? അവന്മാരെന്ത് വീട്ടിൽ കയറി വല്ലതും കാണിച്ചാ? കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. ഒരുത്ത പെണ്ണുപിടിയോ, ഒരുത്ത കഞ്ചാവ്, ഒരുത്ത MDMA, കുറെ തായാളികളെ, കുറെ ക്രിമിനൽസിനെ കൊണ്ടുവന്ന് നീ ഒരു ഗ്യാങ് ഹൗസ് തുടങ്ങിയല്ല. എന്നിട്ട് അവന്മാരെ എല്ലാരും ഇറങ്ങിയിട്ട് പറഞ്ഞ് ഷാജഹാൻ കുണ്ണേന്ന്. എന്താ അപ്പൊ നിനക്ക് വായില്ലായിരുന്നാ? എന്നിട്ട് അതെല്ലാം വിട്. എന്നിട്ട് അടുത്ത വർഗീയത മുമ്പാൻ വന്ന്, മനസ്സിലായ? അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാജുഭായ്? ഇവൻ വർഗീയത മുമ്പാൻ വന്ന് കണ്ടിട്ടുണ്ടോ? മാസ്റ്റർ മൈൻഡ് ഇവനല്ലേ, ഇവന്റെ അച്ഛനാണ് മാസ്റ്റർ മൈൻഡ്. അയാൾ ഇവന് പറഞ്ഞു കൊടുത്തു, മക്കളെ പിടി, കല്ല് പിടി, അടി, കണ്ണാടിക്കിട്ട് അടി. ചോദിക്കണവന്റെ അടുത്ത് പറ, കണ്ടവനെ അച്ഛാന്ന് വിളിച്ചിട്ടാണെന്ന് പറ. നാണം ഉണ്ടാടാ മൈരിയ നിനക്ക്.